തൃശൂർ കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയും കാർ യാത്രക്കാരിയുമാണ് മരിച്ചത്. കുന്നംകുളം തൃശൂർ സംസ്ഥാന പാതയിലാണ് അപകടമുണ്ടായത്. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നതിന് കൂടുതൽ വിവരങ്ങളുമായി ആ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. സൂരജ്, എപ്പോഴായിരുന്നു ഈ അപകടമുണ്ടായത്? ദാരുണമായ സംഭവമാണ്. ഈ ആംബുലൻസിലുണ്ടായ രോഗിയും പിന്നെ ആ കാർ യാത്രക്കാരിയുമാണ് ദാരുണമായി മരിച്ചത്. വിശദാംശങ്ങൾ. പ്രജിൻ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ അപകടമുണ്ടായത്. എറണാകുളത്തെ കിൻഡർ ആശുപത്രിയിൽ നിന്ന് ഈ വാർദ്ധക്യ രോഗത്തെ തുടർന്ന് ചികിത്സ പൂർത്തിയാക്കി കണ്ണൂരിലേക്ക് മടങ്ങുകയായിരുന്നു ഈ മരിച്ച കുഞ്ഞിരാമൻ എന്ന് പറയുന്നത്. കുഞ്ഞിരാമനും കുടുംബാംഗങ്ങളും അടക്കം ആംബുലൻസ് ജീവനക്കാരും അടക്കം 5 പേരായിരുന്നു ആംബുലൻസിലുണ്ടായിരുന്നത്. 2 കാർ യാത്രികരും. ഇവർ ഈ കുന്നംകുളം കാണിപ്പയ്യൂരിൽ എത്തുന്ന സമയത്ത് കാർ ഒരു ഇടറോഡിൽ നിന്ന് പ്രധാന പാതയിലേക്ക് ഇറങ്ങുകയായിരുന്നു. പക്ഷേ ഈ ആംബുലൻസ് വരുന്നത് കാർ യാത്രികരുടെ ശ്രദ്ധയിലും ഈ ആംബുലൻസ് ഡ്രൈവറുടെ ശ്രദ്ധയിൽ കാറും പെട്ടില്ല. അടുത്തെത്തുന്ന സമയത്താണ് ഇരുവരും കാണുന്നതും പിന്നീട് വെട്ടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ കൂട്ടിയിടിക്കുകയും പിന്നീട് ആംബുലൻസ് നടുറൂട്ടിൽ വട്ടം മറയുകയും ചെയ്തു. ഈ ആംബുലൻസിനകത്തുണ്ടായിരുന്ന രോഗിയായ കുഞ്ഞിരാമനാണ് മരിച്ചത്. അതോടൊപ്പം തന്നെ കാർ യാത്രികയായ പുഷ്പയും മരിച്ചു. പുഷ്പയെയും അതോടൊപ്പം തന്നെ ഭർത്താവിനെയും തൃശൂർ അമല ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും പുഷ്പ മരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഈ കാർ ഓടിച്ചിരുന്ന ഭർത്താവ് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ അമല ആശുപത്രിയിൽ തുടരുകയാണ്. ഈ കുഞ്ഞിരാമന്റെ ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ ആംബുലൻസ് ഡ്രൈവർക്കും അടക്കം പരിക്കേറ്റെങ്കിൽ പോലും അവരുടെ അല്ല എന്നുള്ളതാണ് പറയുന്നത്. പയ്യൂരിലെ യൂണിറ്റി ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവിടെയാണ് കുഞ്ഞിരാമന്റെ മൃതദേഹവും സൂക്ഷിച്ചിരിക്കുന്നത്. പ്രജിത്ത്, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ദാരുണമായ സംഭവമാണ്. ഈ അപകടത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ ഞെട്ടിപ്പിക്കുന്നതാണ്. 2 വാഹനങ്ങളും നല്ല വേഗത്തിലാണ് വന്ന് ഇടിച്ചത്. ആ ഇടിയുടെ ആഘാതത്തിലാണ് 2 പേരുടെ ജീവൻ റോഡിൽ പൊലിഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.